നമസ്കാരം. ലോക പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണം നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിന്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ, സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ ഭൂമിയിലൂടെ അലഞ്ഞ് നടന്ന് അച്ഛൻ പറഞ്ഞ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള മനോഹരമായ കൊട്ടാരം. അതിനുള്ളിലേക്ക് അവൻ പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി ആയിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോടായി സംസാരിച്ചു വരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്തും എത്തിയ പാടെ ഗുരു ചോദിച്ചു, സന്തോഷത്തിന്റെ രഹസ്യം അറിയാനാണ് ഇവിടെ വന്നത് അല്ലേ? അവൻ അത്ഭുതപ്പെട്ടുപോയി. താൻ വന്നതിന്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അല്പം തിരക്കുണ്ട്. അതുകൊണ്ട് എന്റെ ഈ കൊട്ടാരം ചുറ്റി കണ്ടിട്ട് വരൂ. അങ്ങനെ അവൻ 2 മണിക്കൂർ കഴിഞ്ഞ് കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. ദാ ഈ സ്പൂണും 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. ഈ എണ്ണ നീ നടക്കുമ്പോൾ തുളുമ്പിപ്പാവാതെ നോക്കണം. അങ്ങനെ അവൻ എണ്ണമറ്റ കോണിപ്പടികളും വരാന്തകളും ഇറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ അടുത്ത് തിരിച്ചെത്തി. നീ എല്ലാം കണ്ടു അല്ലേ? നീ എന്റെ തിരശ്ശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്ത് കൊണ്ടുവന്നതാണ്. അല്ല, നീ ആ ഉദ്യാനം കണ്ടില്ലേ? നിന്റെ 10 വർഷം എടുത്തു ഈ രീതിയിൽ ആക്കിയെടുക്കാൻ. നീ എന്റെ ഗ്രന്ഥപ്പുഴ കണ്ടില്ലേ? അതിനുള്ളിലെ ഓരോ തുകൽ താളുകളും എത്ര മനോഹരവും മൃദുലവുമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. താൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. തന്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലും എണ്ണയിലുമായിരുന്നല്ലോ. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞു കുറ്റസമ്മതം നടത്തി. ആട്ടെ, നീ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? എന്നാൽ ഒന്നുകൂടി എല്ലാം വിസ്തരിച്ചു കണ്ടിട്ട് വരും. അങ്ങനെ അവൻ വീണ്ടും എല്ലാം കാണാൻ പുറപ്പെട്ടു. അപ്പോൾ അവന്റെ കയ്യിൽ ആ സ്പൂണും 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. എല്ലാം നന്നായി വിസ്തരിച്ചു കണ്ടു. ചുവരിലെ കലാസൃഷ്ടികളും ഗുരു പറഞ്ഞ തിരശ്ശീല, ഉദ്യാനം, പിന്നെ ഗ്രന്ഥപ്പുര, ഇതെല്ലാം കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുമ്പിലെത്തി. എന്നിട്ട് താൻ കണ്ട കാര്യങ്ങളൊക്കെ ഗുരുവിന് വിശദീകരിച്ചു പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിന്റെ ചോദ്യം വന്നു, ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ ഇവിടെ? അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത്. ആ സ്പൂണിൽ 2 തുള്ളി എണ്ണയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ കയ്യിലിരിക്കുന്ന ആ കരണ്ടിയും 2 തുള്ളി എണ്ണയും ഒരിക്കലും കൈവിടരുത്. ആ 2 തുള്ളി എണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.